ഹായ്, എൻ്റെ പേര് അരുൺ ജാക്സൺ. ഞാൻ വെറാൻഡ റേസിന്റെ അക്കാഡമിക്സും പിന്നെ ഒരു റീസണിങ് ഫാക്കൽറ്റിയും കൂടിയാണ്. അപ്പം എന്താണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഇന്ന് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സ്റ്റുഡൻറ് ഇപ്പോൾ ജസ്റ്റ് പാസ് ഔട്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ there are many options in the market actually. So എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ജോലിയിലോട്ട് വരുന്നത്? സി വാട്ട് ആർ ദ പോസിറ്റീവ് ഫാക്ടേഴ്സ് ഫോർ ഗെറ്റിംഗ് എ ഗവൺമെന്റ് ജോബ്സ്. അപ്പം അതിൻ്റെ അകത്ത് വരുന്ന മേജർ ഒരു ഫാക്ടറാണ് ഹി വിൽ ബി ഇൻഡിപെൻഡന്റ് ഫ്രം ഹിസ് ഫാമിലി ഫോർ ദ ലാസ്റ്റ് 10 to 14 ഇയേഴ്സ് ആണ് നോർമലി ഇപ്പോൾ കേരളത്തിന്റെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സെക്ടർ വെച്ച് നോക്കാൻ നേരത്ത് ഹിൽ ബി സ്റ്റഡിങ് ലൈക്ക് മിനിമം ഹിൽ ബി സ്റ്റഡിങ് ഫോർ 12 to 14 ഇയേഴ്സ്. So these many years he has studied, what is the output or what is the ടേൺ അറൗണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തുള്ളൊരു ഇതെന്താന്ന് വെച്ചാൽ ഇത്രയും നാളും പഠിച്ച ശേഷം എന്ത് നേടി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് മോർ ഓവർ ഹിൽ ബി ഫേസിങ് ഫ്രം ദ ഫാമിലി, ഫ്രം ദ നെയ്ബേഴ്സ്, ഫ്രം ദ ഫ്രണ്ട്സ് ആൻഡ് എവരിവെയർ, സോ ഫ്രം ദ സൊസൈറ്റി ഇറ്റ് സെൽഫ്. സോ അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ ഒരു ഗവൺമെന്റ് ജോലി ആണെങ്കിലും ഹി വിൽ ബി ഇൻഡിപെൻഡന്റ് മോർ ഓവർ ഫോർ ദ നെക്സ്റ്റ് 60, അവനൊരു 60 ഇയേഴ്സ് ആവുന്നിടം വരെയാണ് അതിന്റെ ഇൻഡിപെൻഡൻസ് വരുന്നത്. സോ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഡിഗ്രി വാട്ട് ഈസ് യുവർ ഓപ്ഷൻസ്, ലൈക്ക് എന്തൊക്കെയാണ് മാർക്കറ്റിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ്? അതിൻ്റെ അകത്ത് ഇറ്റ്സ് നോട്ട് ഓൺലി ലൈക്ക് ഗവൺമെന്റ് ജോബ് മാത്രമുള്ളതെന്നല്ല, ദർ ആർ മെനി അതർ ജോബ്സ് ഓൾസോ. ബട്ട് എന്തുകൊണ്ടാണ് ഇപ്പൊ ഗവൺമെന്റ് ജോലിയിലോട്ട് നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഗവൺമെന്റ് ജോലി നിങ്ങൾ നോക്കുന്നുണ്ട്? ദർ ആർ സം ഫാക്ടേഴ്സ്, ദർ ആർ സം പോസിറ്റീവ് ഫാക്ടേഴ്സ് ഇൻ ഗവൺമെന്റ് ജോബ്സ്. ലൈക്ക് ഇപ്പൊ നിങ്ങളൊരു പ്രാവശ്യം ഒരു ഗവൺമെന്റ് ജോലി ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫോർ ദ നെക്സ്റ്റ് നിങ്ങൾക്ക് ഒരു 60 ഇയേഴ്സ് ആവുന്നതിനും വരെ you will be working with the financial and your career will be safe. അപ്പൊ അതാണ് ഇതിൻ്റെ അകത്തൊരു സേഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് യു വിൽ ഗെറ്റ് ആൻ ഐഡന്റിറ്റി. ഇപ്പം ഒരു 12 to 13 അല്ലെങ്കിൽ 14 ഇയേഴ്സ് നിങ്ങൾ പഠിക്കാൻ നേരത്തെ ഒരു സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ ഐഡന്റിറ്റിയിലായിരിക്കും നിങ്ങൾ സൊസൈറ്റിയിൽ അറിയപ്പെടുന്നത്. വൺസ് ദിസ് കംപ്ലീറ്റഡ് യുവർ 14 years of studies, you need to have an identity in the society. അപ്പം ഈ ഐഡന്റിറ്റി വിൽ ഗീവ് യു എ റെസ്പെക്ട് ഇൻ ദ സൊസൈറ്റി. നിങ്ങളെ മോർ ഓവർ നിങ്ങളൊരു സ്റ്റുഡന്റ് ആയിരിക്കുമ്പോഴും നിങ്ങളൊരു ഗവൺമെന്റ് ജോലി കയറുമ്പോഴും യു വിൽ ഹാവ് എ റെസ്പെക്ട്. ബോത്ത് ഹാവ് എ ഡിഫറൻസ് ഇൻ യുവർ ലൈഫ് സ്റ്റൈൽ. അപ്പൊ ഈ റെസ്പെക്റ്റിനെയാണ് നമ്മൾ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇതുപോലുള്ള ഫാക്ടേഴ്സ് ആണ് ഇപ്പൊ ഗവൺമെന്റ് ജോലിയിലോട്ട് വരാൻ നേരത്ത് വരുന്നൊരു കാര്യം. സോ എന്തുകൊണ്ടാണ് ഞാനിവിടെ ഇന്ന് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വന്നതിന്റെ ഒരു മേജർ റീസൺ മീൻസ് വി ഹാവ് അനലൈസ്ഡ് ഫോർ ലൈക്ക് ഒരു 50,000 സ്റ്റുഡന്റിനോട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിനകത്ത് വളരെ റെയർ ആയിട്ടുള്ള സ്റ്റുഡൻസ് മാത്രമേ റിയലൈസ് ചെയ്യുന്നുള്ളൂ വാട്ട് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് ഗവൺമെന്റ് ജോബ് ആൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കോച്ചിങ്. അപ്പൊ ഇവരൊരു ലാസ്റ്റ് റീസെന്റ് പാസ് ഔട്ട് ആയിട്ടുള്ള സ്റ്റുഡൻസിന്റെ എണ്ണം വളരെ കുറവാണ്. സോ വി ആർ പുഷിങ് ഫോർ ദ സ്റ്റുഡൻസ്. അതായത് നിങ്ങളുടെ ലൈഫ് ടൈമിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും എന്ത് ചെയ്യണം, ഗവൺമെന്റ് ജോലിയിലോട്ടൊന്ന് ട്രൈ ചെയ്യണം. വെദർ ഇറ്റ് ഈസ് ഫിറ്റ് ഫോർ യു, നിങ്ങൾക്ക് അത് പറ്റുന്നതാണോ, നിങ്ങൾക്കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണോ. അതർവൈസ് ഇറ്റ് വിൽ ബി വെരി ഗുഡ്. ഒരു മേജർ ലോസ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് വരും. ഒരു 50,000 സ്റ്റുഡൻസിന് അനാലിസിസ് ചെയ്തപ്പോൾ നമുക്ക് റിയലൈസ് ചെയ്ത പോയിന്റ് സ്റ്റുഡൻസ് ആർ ലാഗിങ്. അതായത് നിങ്ങളുടെ ഏജ് കഴിഞ്ഞ് അല്ലെങ്കിൽ റീസെന്റ് പാസ് ഔട്ട് ആയ ശേഷം നിങ്ങൾ കുറച്ച് ലാഗ് ചെയ്തിട്ടാണ് കോച്ചിങ്ങിനായിട്ട് വരുന്നത്. സോ ദ മെയിൻ പോയിന്റ് ഈസ് നിങ്ങൾ എന്താ ചെയ്യുക, പാസ് ഔട്ട് ആകുമ്പോൾ തന്നെ യു നീഡ് ടു ഫിക്സ് എ ഡ്രീം, യു നീഡ് ടു ഫിക്സ് എ ജോബ് ആൻഡ് യു നീഡ് ടു ഫിക്സ് അബൌട്ട് യുവർ കരിയർ. നിങ്ങളുടെ കരിയർ എങ്ങനെ പോകണമെന്നുള്ളതിനെ കുറിച്ചൊരു ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചർ റിയലൈസ് ചെയ്ത ശേഷം you can start your day with a coaching, so it can helpful make some changes in your life also. Okay, നമ്മളിപ്പോൾ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു റീസെന്റ് പാസ് ഔട്ട് ആയിട്ടുള്ള ഡിഗ്രി സ്റ്റുഡൻസിന്റെ ഒരു ലൈഫ് സൈക്കിള് നമ്മൾ കമ്പയർ ചെയ്യാൻ നേരത്ത് വാട്ട് ഈസ് അതർ ദാൻ ഗവൺമെന്റ് ജോലി. ഇപ്പൊ ഒരു കോച്ചിങ് വരുന്നതിന് ഇപ്പം ഒരു സ്റ്റുഡന്റ് പറയുകയാണ് ഞാൻ ഇനി അതർ ദാൻ പഠിക്കുന്നില്ല, ദെൻ വി വിൽ കമ്പയർ എങ്ങനെയായിരിക്കും അവന്റെ ഒരു ലൈഫ് സ്ട്രക്ചറും വെൻ ഇറ്റ് കംസ് ടു കോച്ചിങ്ങിലോട്ട് വരാൻ നേരത്തെ എന്താണ് വ്യത്യാസം വരുന്നത്. സോ ഒരു സ്റ്റുഡന്റ് കോച്ചിങ്ങിന് വന്നില്ലെങ്കിൽ മേ ബി ഹി വിൽ ബി ഗെറ്റിംഗ് സം പ്രൈവറ്റ് ജോബ്സ്, ബട്ട് അതിൻ്റെ അകത്ത് ഒരു സെക്യൂരിറ്റി കാണത്തില്ല, അതിൻ്റെ അകത്ത് ഇപ്പൊ കറക്റ്റ് ആയിട്ടുള്ളൊരു സാലറി പേ വരത്തില്ല, ഇനി സാലറി ഇൻക്രിമെന്റ് വരത്തില്ല. ദാറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദാറ്റ് കമ്പനി. ബട്ട് വെൻ ഈ കമ്പയർ ടു എ കോച്ചിങ് അല്ലെങ്കിൽ കോച്ചിങ്ങിന് പോവുകയാണെങ്കിൽ ഇപ്പം ഡേ 1 തൊട്ട് തന്നെ ചിലപ്പം കോച്ചിങ്ങിന് വരാത്തൊരു സ്റ്റുഡന്റ് പെയ്ഡ് ആയിരിക്കും. മേ ബി ഹി ഹാസ് സം പേ, ബട്ട് വെൻ വി കമ്പയർ ടു അതർ പേഴ്സൺ ഹി ഈസ് കോച്ചിങ് ഫോർ ദ 1 year. ഒരു 1 year കോച്ചിങ് എടുത്ത ശേഷമാണ് അവൻ ജോബിന് കയറുമ്പോൾ സ്റ്റിൽ ഹി ഈസ് വർക്കിംഗ്. ഇപ്പം ഗവൺമെന്റ് ജോലി നോക്കാത്തൊരു സ്റ്റുഡന്റ് സ്റ്റിൽ വർക്കിംഗ് ഓൺ ദി ഓൾഡ് സാലറി വിച്ച് ഈസ് അവന് 1 വർഷം മുമ്പ് കിട്ടുന്ന അതേ സാലറിയിൽ നിന്ന് മേ ബി ഒരു ചെറിയൊരു ഇൻക്രിമെന്റ് മാത്രമേ കാണത്തുള്ളൂ. ബട്ട് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് കയറാൻ പോകണം. ഇപ്പൊ കോച്ചിങ് കഴിഞ്ഞ് ഡയറക്റ്റ് ആയിട്ട് കയറാൻ പോകുന്ന സാലറി ബെയർ മിനിമം ഒരു 30,000 വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് എ ഡിഫറൻസ് when a student is not going for a coaching and a student directly going to a not government job അല്ലാത്തൊരു പ്രൈവറ്റ് ഫോമിൽ പോകാൻ നേരത്തുള്ളൊരു
ഡിഫറൻസ് വരും. സോ അങ്ങനത്തെ ഒരു ഐഡിയയും കൂടി സ്റ്റുഡൻസ് റിയലൈസ് ചെയ്തു. സോ ആസ്പിറൻസിനോട് പറയാനുള്ളത്, തിങ്ക് ലൈക്ക് ദിസ് ഈസ് യുവർ ലാസ്റ്റ് ചാൻസ്. അതായത് ഇനി ഇപ്പം നിങ്ങൾക്ക് പഠിക്കാനോ അല്ലെങ്കിൽ ഒരു ടേൺ അറൗണ്ട് ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ള ഡിസിഷൻ മേക്ക് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ്. സോ യുവർ ഡിസിഷൻ, വാട്ട് ഈസ് യുവർ ഡിസിഷൻ അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ ഫസ്റ്റ് സ്റ്റെപ്പ്, ഇത് തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കാണാൻ പോകണം, നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണെന്നുള്ളത്. ലൈക്ക് കമ്മിങ് ടു കോച്ചിങ് ഓർ നിങ്ങൾക്ക് എന്താണോ ഗവൺമെന്റ് ജോലിയിലോട്ടാണോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് എങ്കിൽ ടേക്ക് യുവർ ഫസ്റ്റ് സ്റ്റെപ്പ്, ദെൻ യു ക്യാൻ ഫൈനലൈസ് യുവർ ഫ്യൂച്ചർ വിൽ ബി ഓൺ ദാറ്റ്. അപ്പോൾ അത് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. സോ അതാണ് തിങ്ക് ആൻഡ് ഡിസൈഡ് ദാറ്റ്.